ഹലോ, വെൽക്കം ടു ലൈല ടീച്ചേഴ്സ് വേൾഡ്. ഇന്ന് ടീച്ചർ എടുക്കുന്നത് 10th സ്റ്റാൻഡേർഡ് പാർട്ട് 2 ജോഗ്രഫി ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ലെസൺ ഋതുക്കളും സമയവും അതിൻ്റെ രണ്ടാമത്തെ ഭാഗമായ സമയത്തെക്കുറിച്ചാണ്. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഭ്രമണവും സമയനിർണയവും, റൊട്ടേഷൻ ആൻഡ് കാൽക്കുലേഷൻ ഓഫ് ടൈം. ഇവിടെ സഞ്ചാര സാഹിത്യകാരനായ എസ്.കെ. പൊറ്റക്കാട് അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണത്തിൽ നിന്നും നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയവും മറ്റു രാജ്യങ്ങളിലെ സമയവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ പാതിരാ സൂര്യന്റെ നാട് എന്നുള്ള യാത്രാ വിവരണത്തിൽ നിന്നും, ഏതാണ് പാതിരാ സൂര്യന്റെ നാട്? നോർവേ എന്ന രാജ്യമാണ് പാതിരാ സൂര്യന്റെ നാട്. വിവിധ രാജ്യങ്ങളിലെ സമയം ഇന്ത്യൻ സമയവുമായി വ്യത്യാസമുണ്ട്. എങ്ങനെയായിരുന്നു പഴയ കാലങ്ങളിൽ സമയം നിർണയിച്ചിരുന്നത്? നമുക്കറിയാം, ആദ്യകാലങ്ങളിൽ ക്ലോക്കോ വാച്ചോ അങ്ങനെയുള്ള യാതൊരു ഉപകരണങ്ങളും ഇല്ലാതിരുന്ന സമയത്ത് ആദ്യകാല മനുഷ്യർ സമയം നിർണയിച്ചിരുന്നത് സൂര്യൻ്റെ സ്ഥാനം. സൂര്യൻ കിഴക്കാകുമ്പോൾ നമ്മൾ പറയും രാവിലെ ആയി എന്ന് പറയും. നേരെ തലയ്ക്ക് മുകളിൽ എത്തുമ്പോൾ നമ്മൾ പറയും ഉച്ചയായി എന്ന് പറയും. സൂര്യൻ പടിഞ്ഞാറേക്ക് പോകുമ്പോൾ നമ്മൾ പറയും സന്ധ്യയാകാൻ പോകുന്നു. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഒക്കെ സ്ഥാനം നോക്കിയായിരുന്നു നമ്മൾ സമയം നിർണയിച്ചിരുന്നത്. അപ്പോൾ എന്താണ് പ്രാദേശിക സമയം? ലോക്കൽ ടൈം എന്നാൽ എന്ത്? ഓരോ സ്ഥലത്തും ഇപ്രകാരം സൂര്യന്റെ സ്ഥാനത്തെ ആധാരമാക്കി നിർണയിക്കുന്ന സമയത്തിന് പറയുന്ന പേരാണ് ലോക്കൽ ടൈം. ദ ടൈം എസ്റ്റിമേറ്റഡ് അറ്റ് ഈച്ച് പ്ലേസ് ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് ദ സൺ ഈസ് ടേംഡ് ആസ് ലോക്കൽ ടൈം. ഓരോ പ്രദേശത്തും സൂര്യന്റെ സ്ഥാനമനുസരിച്ച് നിർണയിക്കുന്നതായ സമയത്തിനെയാണ് പറയുന്നത് ലോക്കൽ ടൈം, പ്രാദേശിക സമയം എന്ന് പറയുന്നത്. ദ ടൈം എസ്റ്റിമേറ്റഡ് അറ്റ് ഈച്ച് പ്ലേസ് based on the position of the sun is termed as local time. പാതിരാ സൂര്യന്റെ നാട്ടിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാകാം. ഭൂമിയുടെ 2 അർദ്ധഗോളത്തിലും വടക്കോട്ട് പോകുമ്പോൾ ആർട്ടിക് വൃത്തമുണ്ട്, തെക്കോട്ട് പോകുമ്പോൾ അന്റാർട്ടിക് വൃത്തമുണ്ട്. ഈ 2 ആർട്ടിക് വൃത്തത്തിലും അന്റാർട്ടിക് വൃത്തത്തിലും അർദ്ധരാത്രിയിലും സൂര്യനുണ്ട്. നമ്മൾ വിചാരിക്കും സൂര്യൻ അവരുടെ തലയ്ക്ക് മുകളിലാണെന്ന്. അല്ല, അവർക്ക് 1-2 മണിക്കൂർ മാത്രമാണ് പകൽ വെളിച്ചം ലഭിക്കുന്നത്. ബാക്കി ഭാഗമെല്ലാം അവരുടെ നിലങ്ങളെല്ലാം അല്ലെ അവരുടെ കരഭാഗങ്ങളെല്ലാം മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളാണ്. അവിടുത്തെ ജനജീവിതവും കൃഷിയുമൊക്കെ അവരുടെ കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് പോകുന്നത്. ഒരു പ്രദേശത്ത് നിരവധി പ്രാദേശിക സമയങ്ങൾ ഉണ്ടായാൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ്? ഒരു രാജ്യം, ഉദാഹരണം ഇന്ത്യ മഹാരാജ്യത്ത് പല പ്രാദേശിക സമയങ്ങൾ ഉണ്ടായാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. വാട്ട് ആർ ദ ഹാർഡ്ഷിപ്സ് ഇഫ് ദർ ഈസ് മെനി ലോക്കൽ ടൈംസ്? നമ്മൾക്കറിയാം, റേഡിയോ പരിപാടികളുടെ അനൗൺസ്മെന്റുകൾ പല പ്രാദേശിക സമയങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുകയില്ല. പൊതുപരീക്ഷകൾ, റെയിൽവേ സമയങ്ങൾ, ഇതെല്ലാം എല്ലാ രീതിയിലും നമ്മൾക്കതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഏറ്റവും കിഴക്ക് കിടക്കുന്നതായ സംസ്ഥാനങ്ങളിലുള്ളവരും മധ്യഭാഗത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങളിലുള്ളവർക്കും ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങളിലുള്ളവർക്കും ഓരോരോ പ്രാദേശിക സമയമായിരിക്കും ഉള്ളത്. അപ്പോൾ പൊതുവെ പറയുന്ന ഒരു സമയം ഈ 3 ഭാഗങ്ങളിലും കിടക്കുന്നവർക്ക് പാലിക്കപ്പെടാൻ സാധിക്കുകയില്ല. സോ ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നു. ഇതിന്റെ ഫലമായി ഉണ്ടാകുന്നതാണ് രാത്രിയും പകലും. ഇത് നമ്മൾക്കറിയാം. ദ എർത്ത് റൊട്ടേറ്റ്സ് ഇറ്റ്സ് ഓൺ ആക്സിസ് ആൻഡ് ഡേ ആൻഡ് നൈറ്റ് ഒക്വർ ഡ്യൂ ടു റൊട്ടേഷൻ. എത്ര സമയമാണ് ഭൂമി ഒരു ഭ്രമണം പൂർത്തിയാക്കുവാൻ വേണ്ടി എടുക്കുന്നത്? ഇറ്റ് ടേക്സ് 24 hours. 24 മണിക്കൂറാണ് ഭൂമി ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നതിന് വേണ്ടി എടുക്കുന്നത്. ഇറ്റ് ടേക്സ് 24 hours ടു കംപ്ലീറ്റ് 1 റൊട്ടേഷൻ. എവിടെ നിന്നും എങ്ങോട്ടാണ് ഭൂമി കറങ്ങുന്നത്? ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. ദ റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. എന്തുകൊണ്ടാണ് സൂര്യൻ കിഴക്കുദിക്കുന്നത്?
ദ എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ഭൂമി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് കറങ്ങുന്നതിനാൽ, ഭ്രമണം ചെയ്യുന്നതിനാൽ, സോ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. അതുകൊണ്ട് സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു. ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പ് നോക്കുമ്പോൾ നമ്മൾക്കറിയാം, ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് കിടക്കുന്നതായ സംസ്ഥാനം ഏതാണ്? നിങ്ങൾക്കറിയാം, അരുണാചൽ പ്രദേശ്. അപ്പോൾ ആദ്യമായി ഇന്ത്യയിൽ ഉദയസൂര്യനെ കാണുന്നത് ഏത് സംസ്ഥാനത്തു നിന്നുള്ളവരാണ്? അരുണാചൽ പ്രദേശിൽ നിന്നുള്ളവരാണ്. കാരണം അരുണാചൽ പ്രദേശാണ് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് കിടക്കുന്ന സംസ്ഥാനം. നമുക്കറിയാം, ഭൂമിയുടെ കോണളവ് 360 ഡിഗ്രിയാണ്. ഓരോ ഡിഗ്രി കോണളവിലും ഒരു രേഖാംശം വീതം വരച്ചാൽ 360 രേഖാംശ രേഖകൾ ലഭിക്കും. 360 ഡിഗ്രി തിരിയുവാൻ ഭൂമിക്ക് വേണ്ടത് 24 മണിക്കൂർ. 24 മണിക്കൂറിനെ മിനിറ്റിലേക്ക് മാറ്റിയാൽ 24 ഗുണം 60 സമം 1440 മിനിറ്റ്. അതായത് 360 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം 1440 മിനിറ്റ്. 1 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയാൻ ഭൂമിക്ക് വേണ്ട സമയം 1440/360 സമം 4 മിനിറ്റ്. 15 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയുമ്പോൾ 1 മണിക്കൂർ സമയവ്യത്യാസം ഉണ്ടാകുന്നു. 15 ഗുണം 4 മിനിറ്റ് സമം 60 മിനിറ്റ് സമം 1 മണിക്കൂർ. 1 ഡിഗ്രി രേഖാംശം തിരിയുന്നതിന് വേണ്ടി ഭൂമി എടുക്കുന്ന സമയം 4 മിനിറ്റ്. അങ്ങനത്തെ എത്ര രേഖാംശ രേഖകളാണ് ഭൂമിയിലുള്ളത്? 360 രേഖാംശ രേഖകളാണുള്ളത്. അതാണ് നമ്മൾ പറഞ്ഞത്, 360 ഡിഗ്രി തിരിയാൻ ഭൂമിക്ക് വേണ്ട സമയം 1440 മിനിറ്റ് എന്ന് പറയുന്നത്. എങ്കിൽ 15 ഡിഗ്രി തിരിയുവാൻ ഭൂമി എടുക്കുന്ന സമയം, 15 ഡിഗ്രി രേഖാംശം തിരിയുവാൻ ഭൂമി എടുക്കുന്ന സമയം നമുക്കറിയാം, 15 ഗുണം 4 60 മിനിറ്റ്. 15 ഡിഗ്രി രേഖാംശം തിരിയുവാൻ ഭൂമി എടുക്കുന്ന സമയം 60 മിനിറ്റ്. ശ്രദ്ധിക്കുക, 1 ഡിഗ്രി രേഖാംശം ഭൂമി തിരിയുവാൻ എടുക്കുന്ന സമയം 4 മിനിറ്റ്. 15 ഡിഗ്രി രേഖാംശം ഭൂമി തിരിയുവാൻ എടുക്കുന്ന സമയം 60 മിനിറ്റ്. ഇവിടെ ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കുന്നത്? 1 മണിക്കൂറിൽ ഭൂമിയുടെ 15 ഡിഗ്രി രേഖാംശ പ്രദേശമാണ് സൂര്യന് മുന്നിലൂടെ കടന്നു പോകുന്നത്. 1 മണിക്കൂറിൽ 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ. 1 മണിക്കൂറിൽ ഭൂമിയുടെ 15 ഡിഗ്രി രേഖാംശ രേഖ പ്രദേശമാണ് സൂര്യന് മുന്നിലൂടെ കടന്നു പോകുന്നത്. ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടായതിനാൽ സമയ കൂടുതൽ എപ്പോഴും എങ്ങോട്ടായിരിക്കും കൂടുതൽ രേഖപ്പെടുത്തുക? കിഴക്കോട്ടായിരിക്കും രേഖപ്പെടുത്തുക. പടിഞ്ഞാറേക്ക് വരുംതോറും സമയം കുറഞ്ഞ് വരുന്നു. നമ്മൾ the earth rotates from west to east, so time advances towards the east and recedes towards the west. From a definite longitude, the time is estimated to increase by 4 minutes towards the east and decrease 4 minutes towards the west for every degree of longitude. Then look at the board. ഈ ബോർഡിലേക്ക് നമ്മൾക്ക് നോക്കാം. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 0 ഡിഗ്രി രേഖാംശ രേഖ. 0 ഡിഗ്രി രേഖാംശ രേഖയിലെ സമയം ഉച്ചയ്ക്ക് 12 മണി, 12 നൂണ്. 1 ഡിഗ്രി, ഇത് നമ്മൾക്കറിയാം, ഒരു മാപ്പ് എടുത്താൽ മുകൾ ഭാഗം നോർത്തും താഴ്ഭാഗം സൗത്തും ഈ ഭാഗം വെസ്റ്റും വലതുവശം ഈസ്റ്റുമാണ്. ഈ രേഖയ്ക്ക് കിഴക്കോട്ട് പോകുന്ന പ്രദേശങ്ങളാണ് 1 ഡിഗ്രി ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ രേഖയിൽ നിന്നും 0 ഡിഗ്രി രേഖാംശ രേഖയിൽ നിന്നും ഇടത്തേക്ക് വന്നത്, വെസ്റ്റിലേക്ക് വന്നതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ പഠിച്ചു, നിശ്ചിത രേഖയിൽ നിന്നും 0 ഡിഗ്രി രേഖാംശ രേഖയിൽ നിന്നും കിഴക്കോട്ട് പോകും തോറും സമയം കൂടി വരുന്നു. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 12 മണി എങ്കിൽ 1 ഡിഗ്രി രേഖാംശ രേഖ കിഴക്കോട്ട് പോകുമ്പോൾ സമയം 4 മിനിറ്റ് കൂടുന്നു. 4 മിനിറ്റിന്റെ വ്യത്യാസമാണുള്ളത്. 12:04 PM. 12 കഴിഞ്ഞാൽ പിന്നെ PM ആണ്. ഉച്ചയ്ക്ക് 12:04 എങ്കിൽ ഇടത്തോട്ട് വരുമ്പോൾ, വെസ്റ്റിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും സമയം? 4 മിനിറ്റ് കുറയുന്നു. 12-ൽ നിന്നും നമ്മൾ 4 മിനിറ്റ് കുറയ്ക്കുമ്പോൾ 11:56 AM. ഇവിടെ ഉച്ചയായില്ല, അതുകൊണ്ട് രാവിലെയാണ്. 11:56 AM എങ്കിൽ 2 ഡിഗ്രി കിഴക്കോട്ട് പോകുമ്പോൾ എത്ര ആയിരിക്കും സമയം? 12:08 PM. ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞ് 8 മിനിറ്റ് എങ്കിൽ
2 ഡിഗ്രി പടിഞ്ഞാറോട്ട് വരുന്നതെങ്കിൽ 11:04 നമ്മൾ കുറയ്ക്കണം. 11:52 AM. 11:52 AM. ഇവിടെ ഉച്ച കഴിഞ്ഞും ഇവിടെ ഉച്ചയ്ക്ക് മുൻപുമാണ് സമയം. ഇങ്ങനെ നമ്മൾക്ക് ഓരോ ഡിഗ്രി വരച്ച് നമുക്ക് സമയം മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഓരോ ഡിഗ്രി സൂര്യപ്രകാശം ഈ ഓരോ ഡിഗ്രി കടന്നു വരുമ്പോൾ എടുക്കുന്ന സമയം 4 മിനിറ്റ്. ഓരോ ഡിഗ്രി കടന്നു വരുമ്പോൾ എടുക്കുന്ന സമയ വ്യത്യാസം 4 മിനിറ്റ് ആണ്. ഒരു സൂര്യപ്രകാശം ഓരോ ഡിഗ്രി രേഖാംശരേഖ കടക്കുമ്പോൾ എടുക്കുന്ന സമയ വ്യത്യാസം 4 മിനിറ്റ് ആണ് സൂര്യപ്രകാശം കടന്നു വരുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനത്തെ എത്ര രേഖാംശ രേഖകളാണ് ഭൂമിയിലുള്ളത്? 360 രേഖാംശ രേഖകളാണുള്ളത്. 360 രേഖാംശ രേഖ തിരിയുവാൻ വേണ്ട സമയം നമ്മൾക്കറിയാം. 360 ഗുണം 4, 400 64 24 43 12 14. അതാണ് നമ്മൾ പറഞ്ഞ 1440 മിനിറ്റ്. 1440 മിനിറ്റിനെ നമ്മൾ പറയുന്നു 1 ഡിഗ്രി തിരിയുവാൻ വേണ്ട സമയം 1440 ഭാഗം എത്രയാണ് മൊത്തമുള്ളത്? 360. അങ്ങനെയാണ് നമ്മൾക്ക് എത്ര ഉത്തരം കിട്ടുന്നത്? 4 മിനിറ്റ് എന്ന് കിട്ടുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഗ്രീനിച്ച് സമയവും സമയമേഖലയും. ഗ്രീനിച്ച് സമയം 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത്. 0 ഡിഗ്രി രേഖാംശ രേഖ. 0 ഡിഗ്രി രേഖാംശ രേഖ. ഇതിന് പറയുന്ന പേരാണ് ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത്. 0 ഡിഗ്രി രേഖയാണ് രേഖാംശ രേഖയ്ക്ക് പറയുന്ന പേരാണ്. എന്തുകൊണ്ടാണ് ഇതിന് ഗ്രീനിച്ച് രേഖ? നമ്മൾക്കറിയാം, നമ്മൾ അക്ഷാംശ രേഖയെക്കുറിച്ച്, ലാറ്റിറ്റ്യൂഡ്സിനെ കുറിച്ച് പഠിക്കുന്നു, ലോഞ്ചിറ്റ്യൂഡ്സിനെ കുറിച്ച്, രേഖാംശ രേഖയെക്കുറിച്ച് പഠിക്കുന്നു. ഇങ്ങനെ ഒരു രേഖ ഭൂമിയുടെ മുകളിൽ കൂടെ വരച്ചിട്ടേ ഇല്ല. ഇതെല്ലാ രേഖകളും സാങ്കല്പിക രേഖകളാണ്, ഇമാജിനറി ലൈൻസ് ആണ്. അപ്പോഴ് ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ച് എന്ന സ്ഥലത്തുകൂടി, ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തുകൂടി കടന്നു പോകുന്നത് കൊണ്ട് ഈ രേഖയെ വിളിക്കുന്ന പേരാണ് ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ നമ്മൾക്ക് കാണാം ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല നമ്മൾക്ക് കാണാൻ കഴിയുന്നതാണ്. അവിടെ ഒരു ക്ലോക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ കൂടിയാണ്, ഈ പ്രദേശത്തു കൂടിയാണ് ഗ്രീനിച്ച് രേഖ കടന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നു. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്തെവിടെയുമുള്ള സമയം നിർണ്ണയിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ രേഖയെ പ്രൈം മെറീഡിയൻ എന്ന് വിളിക്കുന്നു. ടൈം ഈസ് കാൽക്കുലേറ്റഡ് വേൾഡ് വൈഡ് ബേസ്ഡ് ഓൺ ദ ഗ്രീനിച്ച് ലൈൻ. സോ ഇറ്റ് ഈസ് നോൺ ആസ് പ്രൈം മെറീഡിയൻ. ടൈം ഈസ് കാൽക്കുലേറ്റഡ് ഇൻ ദ വേൾഡ്. ലോകം മുഴുവനും സമയം കണക്കാക്കുന്നത് ഈ ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുകൊണ്ട് ഈ രേഖയ്ക്ക്, ഗ്രീനിച്ച് രേഖയ്ക്ക് നമ്മൾ മറ്റൊരു പേര് എന്ത് വിളിക്കുന്നു? പ്രൈം മെറീഡിയൻ എന്ന് വിളിക്കുന്നു. ദെൻ ഗ്രീനിച്ച് സമയം എന്നാൽ എന്താണ് ഗ്രീനിച്ച് സമയം? ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയത്തെ പറയുന്ന പേരാണ് ഗ്രീനിച്ച് സമയം എന്ന് നമ്മൾ പറയുന്നു. ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയത്തെ ഗ്രീനിച്ച് സമയം എന്ന് പറയുന്നു. ഇനി നമ്മൾ പറയുന്നത് ടൈം സോൺസ് ആണ്. എത്ര സമയമേഖലകളുണ്ട്? 24 സമയമേഖലകളാണ് ലോകത്തില് ഉള്ളത്. എത്ര സമയമേഖലകൾ? 24. There are 24 time zones in the world. സമയമേഖലകൾ എന്നാൽ എന്താണ് സമയമേഖല? നമ്മൾ പറഞ്ഞു 24 സമയമേഖല ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് സമയമേഖല? 1 മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള 24 മേഖലകളായി ലോകത്തെ തരംതിരിച്ചിരിക്കുന്നു. ഈ 24 ടൈം സോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവരുടെ സമയവ്യത്യാസം 1 മണിക്കൂർ സമയവ്യത്യാസം. 1 മണിക്കൂർ സമയവ്യത്യാസം. അപ്പം സമയമേഖല എന്നാൽ എന്തെന്ന് നമ്മൾ പറഞ്ഞു. The world is divided into 24 zones, each with a time difference of 1 hour. These are known as time zones. ലോകത്തെ 1 മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള 24 മേഖലകളായി തരംതിരിച്ചിരിക്കുന്നു. ഇവയെ സമയമേഖല എന്ന് പറയുന്നു. എങ്കിൽ ഓരോ സമയമേഖലയിലും 24 സമയമേഖലകളുണ്ട്. എത്ര ഡിഗ്രി രേഖാംശമാണ്? നമ്മളിവിടെ കണക്കൂട്ടിയിട്ട് പറഞ്ഞു 15 ഡിഗ്രി രേഖാംശം കടന്നു പോകുമ്പോൾ 1 മണിക്കൂർ എന്ന് നമ്മൾ പറഞ്ഞു. 1 ഡിഗ്രി രേഖാംശം കടന്നു പോകുമ്പോൾ 4 മിനിറ്റ്. എങ്കിൽ 15 ഡിഗ്രി കടന്നു പോകുമ്പോൾ 15 × 4 60 മിനിറ്റ്. 60 മിനിറ്റ് സമം 1 മണിക്കൂർ. എങ്കിൽ
1 മണിക്കൂർ വീതം രേഖാംശ ദൈർഘ്യമുള്ള സമയവ്യത്യാസമുള്ള മേഖലകളാണ് സമയമേഖലകൾ എങ്കിൽ എത്ര രേഖാംശമാണ് ഈ 1 മണിക്കൂർ വീതം ഓരോ സമയമേഖലയിലും ഉള്ളത്? ഓരോ സമയമേഖലയും 15 ഡിഗ്രി രേഖാംശ വ്യാപ്തിയിലായിരിക്കും ഓരോ സമയമേഖലയും. അങ്ങനെ എത്ര സമയമേഖലകളുണ്ട്? 24 സമയമേഖലകൾ ഉണ്ട്. There are 24 time zones and each with a time difference of 1 hour and they included 15 degree longitude. സ്റ്റാൻഡേർഡ് സമയം എന്നാൽ എന്ത്? നമുക്കറിയാം ഓരോ രേഖാംശത്തിലെയും പ്രാദേശിക സമയം വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ഓരോ ഡിഗ്രി കിഴക്കോട്ട് പോകുന്തോറും സമയം കൂടുകയും ഓരോ ഡിഗ്രി പടിഞ്ഞാറോട്ട് വരുമ്പോഴത്തേക്കും സമയം കുറയുകയും ചെയ്യുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. വിവിധ രേഖാംശങ്ങളിലുള്ള പ്രദേശങ്ങൾ അതാതിടങ്ങളിലെ പ്രാദേശിക സമയം പരിഗണിച്ചാൽ പലപ്പോഴും എന്തുണ്ടാകുന്നു? ആശയക്കുഴപ്പമുണ്ടാകുന്നു. ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി രാജ്യങ്ങളുടെ കേന്ദ്രഭാഗത്തുകൂടി, ഒരു രാജ്യത്തിന്റെ കേന്ദ്രഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം ഏകദേശം ആ രാജ്യത്തിന്റെ മധ്യഭാഗമായിരിക്കും കടന്നു പോകുന്ന രേഖാംശത്തിലെ കേന്ദ്രഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെ നമ്മൾ എടുക്കുകയും അത് ആ രാജ്യത്തെ മുഴുവൻ പൊതുസമയമായി കണക്കാക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് ടൈം? ഓരോ രേഖാംശത്തിലും സൂര്യന്റെ കടന്നു പോകുന്നതിന്റെ വ്യത്യാസം 4 മിനിറ്റ് വ്യത്യാസമാണ് എങ്കിൽ ഒരു രാജ്യത്ത് തന്നെ പല പ്രാദേശിക സമയങ്ങൾ ഉണ്ടാകും. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു രാജ്യത്തിന്റെ കേന്ദ്രഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി ആ രേഖാംശത്തിലെ പ്രാദേശിക സമയം ആ രാജ്യത്തെ മുഴുവൻ പൊതുസമയമായി നമ്മൾ കണക്കാക്കുന്നു. അപ്പോഴ് നമുക്കറിയാം the local time would be different at each longitude. So to avoid the confusion, the local time at the longitude which passes through the middle of the country is selected as the common time for the whole country, and each country in the world considers the longitude that passes almost through its middle as the standard meridian. മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡിനെ അവരെന്തായി കണക്കാക്കുന്നു? സ്റ്റാൻഡേർഡ് മെറീഡിയൻ ആയിട്ട് കണക്കാക്കുന്നു. സ്റ്റാൻഡേർഡ് മെറീഡിയൻ ആയിട്ട് കണക്കാക്കുന്നു. ദ കൺട്രി ഇനി വലിയ വിസ്തൃതി കൂടിയതായ രാജ്യമാണ് എങ്കിൽ അവരെന്ത് ചെയ്യുന്നു? അവർക്ക് ഒരു വലിയ വിശാലമായി പടർന്നു കിടക്കുന്ന ഒരു രാജ്യമാണെങ്കിൽ മധ്യഭാഗത്തുകൂടി പോകുന്ന രേഖാംശത്തിൽ നിന്നും വളരെ വ്യത്യാസമായിരിക്കും അതിന്റെ കിഴക്കും പടിഞ്ഞാറും ഒക്കെ ഉള്ളതായ രേഖാംശത്തിലെ സമയം. അപ്പോൾ എന്ത് ചെയ്യുന്നു? അവര് they choose more than one longitude, ഒന്നിൽ കൂടുതൽ ലോഞ്ചിറ്റ്യൂഡ് അവരെന്തെടുക്കുന്നു? they consider it as സ്റ്റാൻഡേർഡ് മെറീഡിയൻ ആയിട്ട് കരുതുന്നു. അത് the country with the large longitudinal extent estimates more than one local time by considering more than one standard meridian. The local time at the standard meridian is the standard time of that country. Standard meridianil ഉള്ളതായ സമയത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? സ്റ്റാൻഡേർഡ് ടൈം എന്ന് വിളിക്കുന്നു. അപ്പം നമുക്കറിയാം സ്റ്റാൻഡേർഡ് അപ്പോൾ രേഖാംശ വ്യാപ്തി കൂടിയ രാജ്യങ്ങളിൽ ഒന്നിലേറെ രേഖാംശങ്ങളെ മാനക രേഖാംശമായി പരിഗണിക്കുന്നു. ഈ ഇതിലെ ഒന്നിലധികം മാനക സമയങ്ങൾ നിർണ്ണയിക്കുന്നു. എന്താണ് മാനക രേഖാംശം? സ്റ്റാൻഡേർഡ് മെറീഡിയൻ എന്നാൽ എന്ത്? മാനക രേഖാംശം എന്നാൽ എന്ത്? എന്താണ് മാനക രേഖാംശം? മാനക രേഖാംശം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ഏറെക്കുറെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖയെ പറയുന്ന പേരാണ് മാനക രേഖാംശം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മെറീഡിയൻ. മാനക സമയം എന്നാൽ എന്ത്? മാനക രേഖാംശത്തിലെ പ്രാദേശിക സമയത്തിന് പറയുന്ന പേരാണ് മാനക സമയം അല്ലെ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. ഇവിടെ ഈ ചിത്രത്തിൽ നമ്മൾക്ക് ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്നതായ ഒരു ലോഞ്ചിറ്റ്യൂഡ് കാണാം, രേഖാംശ രേഖ കാണാം. നമ്മൾക്കറിയാം ഇന്ത്യയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്, ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് കിഴക്കേ അർദ്ധഗോളത്തിലാണ്. 68 ഡിഗ്രി ഈസ്റ്റിനും 97 ഡിഗ്രി ഈസ്റ്റിനും ഇടയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 68 ഡിഗ്രിയുടെയും 97 ഡിഗ്രി കിഴക്കിൻ്റെയും
മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന 82.5 പൂർവ്വ രേഖാംശത്തെയാണ് ഇന്ത്യയുടെ മാനക രേഖാംശമായി കണക്കാക്കുന്നത്. എന്ന് പറഞ്ഞാൽ 97 - 68 = 165. അതിനെ നമ്മൾ മധ്യഭാഗത്തൂടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾക്കറിയാം 82.5 82.5 ലഭിക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ മധ്യഭാഗത്തൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയാണ് 82.5 ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്. അപ്പം ഈ രേഖ 82.5 ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനെ ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് വിളിക്കുന്നു. ഇന്ത്യയുടെ മാനക രേഖാംശം, ദ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ഓഫ് ഇന്ത്യ, മാനക രേഖാംശം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നു. മാനക സമയം എന്നാലെന്ത്? മാനക സമയം നമ്മൾ പറഞ്ഞു 82.5 ഈസ്റ്റ് കിഴക്ക് രേഖാംശത്തെ നമ്മൾ സ്റ്റാൻഡേർഡ് മെറീഡിയൻ എന്ന് പറയുന്നു, മാനക രേഖാംശം എന്ന് പറയുന്നു. 82.5 പൂർവ്വ രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ്. ഈ രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെ നമ്മൾ പറയുന്ന പേരാണ് മാനക സമയം. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് മാനക സമയം എന്ന് പറയുന്നത്, അല്ലെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. ദ സ്റ്റാൻഡേർഡ് ടൈം, ദ ലോക്കൽ ടൈം along this 82 and 1/2 east longitude is considered as the standard time of India. So this is known as the Indian Standard Time. ഇവിടെ നമുക്കൊരു ചോദ്യമുണ്ട്. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആൻഡ് ദ ഗ്രീനിച്ച് മീൻ ടൈം. നമ്മൾക്കറിയാം ഈ ഗ്രീനിച്ച് ടൈം 0 ആണ്. നമ്മൾ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് 82.5 ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. തമ്മിലുള്ള വ്യത്യാസം 5.5 മണിക്കൂറാണ്. സ്റ്റാൻഡേർഡ് ടൈം മാനക സമയം എന്ന് പറയുന്നത് 82.5 കിഴക്ക് ലോഞ്ചിറ്റ്യൂഡിലാണ് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്ന് പറയുമ്പോൾ 82.5 പൂർവ്വ രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ്. എങ്കിൽ നമ്മളുടെ ചോദ്യം ഗ്രീനിച്ച് സമയവും ഇന്ത്യൻ സമയവും തമ്മിലുള്ള വ്യത്യാസം എത്ര മണിക്കൂർ? 5.5 മണിക്കൂർ. നമ്മൾക്കറിയാം ഗ്രീനിച്ച് ടൈം 0 ആണ്. അവിടെ നിന്നും 82.5 കിഴക്കേക്ക് പോകുമ്പോൾ 82.5 രേഖാംശങ്ങൾ കടന്നു പോകുന്നു. 82.5 നമ്മൾക്ക് ഗുണിച്ചു നോക്കിയാൽ നമ്മൾക്കറിയാം 5.5 മണിക്കൂർ എന്ന് നമ്മൾക്ക് കിട്ടുന്നു. അടുത്തത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. 180 രേഖാംശമാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖയായി കണക്കാക്കുന്നത്. 180 ലോഞ്ചിറ്റ്യൂഡ്, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. ചിത്രത്തിൽ നമ്മൾക്ക് കാണാം ആ പട്ടികയിൽ ടൈം അറ്റ് ഗ്രീനിച്ച് സമയം കൊടുത്തിട്ടുണ്ട്. ഫ്രൈഡേ 10 AM, വെള്ളിയാഴ്ച രാവിലെ 10 മണി. ഗ്രീനിച്ച് രേഖയിൽ നിന്നും പടിഞ്ഞാറേക്ക് പോകുമ്പോൾ, ഗ്രീനിച്ച് രേഖയിൽ നിന്നും കിഴക്കോട്ട് പോകുമ്പോഴുള്ള സമയവും തന്നിട്ടുണ്ട്. ലോഞ്ചിറ്റ്യൂഡ്, ഡേ, ടൈം. ആദ്യമായി നമ്മൾ എടുക്കുന്നു ടു ദ വെസ്റ്റ് ഓഫ് ഗ്രീനിച്ചിന്റെ പടിഞ്ഞാറോട്ടുള്ള സ്ഥലങ്ങളാണ് പറയുന്നത്. നമ്മൾക്കറിയാം ഗ്രീനിച്ച് രേഖയിൽ നിന്നും പടിഞ്ഞാറോട്ട് പോകുന്തോറും സമയം കുറഞ്ഞു വരികയും ഗ്രീനിച്ച് രേഖയിൽ നിന്നും കിഴക്കോട്ട് പോകുന്തോറും സമയം കൂടി വരികയും ചെയ്യുന്നു. 4 മിനിറ്റ് ഒരു രേഖാംശത്തിന് കൂടുന്നു. 15 ലോഞ്ചിറ്റ്യൂഡുള്ള ഒരു പ്രദേശത്ത് ഫ്രൈഡേ ഗ്രീനിച്ചിൽ വെള്ളിയാഴ്ച രാവിലെ 10 മണിയാണ് എങ്കിൽ 15 തൊട്ട് ഇപ്പുറത്ത് കിടക്കുന്ന സമയമേഖലയായ 15 1 മണിക്കൂർ കുറയുന്നു. 10 AM എത്രയായി മാറുന്നു? 9 AM ആയി മാറുന്നു. ദിവസം വെള്ളി. അതേസമയം നമ്മൾ കിഴക്കോട്ടാണ് പോകുന്നതെങ്കിൽ ഗ്രീനിച്ചിൽ നിന്നും 15 ആദ്യത്തെ സമയമേഖലയിൽ നമ്മൾ എത്തുന്നു. ദിവസം അവിടെ ഫ്രൈഡേ ആണ്, വെള്ളിയാഴ്ചയാണ്. 10 നിന്ന് 1 മണിക്കൂർ കൂടുന്നു. 11 AM, രാവിലെ 11 മണി. വീണ്ടും നമ്മൾ പടിഞ്ഞാറേക്ക് പോകുന്നു. രണ്ടാമത്തെ സമയമേഖല 30 ദിവസം വെള്ളി. സമയം കുറയുകയാണ് പടിഞ്ഞാറോട്ട് പോകുന്തോറും. ഗ്രീനിച്ച് രേഖയിൽ 10 മണിയായിരുന്നു. ഒന്നാമത്തെ സമയമേഖല കടന്നപ്പോൾ 15 കഴിഞ്ഞപ്പോൾ 9 മണിയായി. രണ്ടാമത്തെ സമയമേഖലയായ 30 പടിഞ്ഞാറോട്ട് പോയപ്പോൾ 8 AM ആയി. അതേസമയം കിഴക്കോട്ട് പോയപ്പോൾ 30 ഫ്രൈഡേ ഉച്ചയ്ക്ക് 12 മണിയായി മാറി. എങ്കിൽ മൂന്നാമത്തത് 45 മൂന്നാമത്തെ സമയമേഖലയിൽ എത്തിയപ്പോൾ ദിവസം ഫ്രൈഡേ വെള്ളിയാഴ്ചയാണ്.
വീണ്ടും സമയം കുറയുന്നു. 7 AM ആയി മാറുന്നു. രാവിലെ 7 മണിയായി മാറുന്നു. നമ്മൾ കിഴക്കോട്ട് പോകുന്നു. 45 ഡിഗ്രി മൂന്നാമത്തെ സമയമേഖലയിൽ ചെന്നപ്പോൾ ദിവസം ഇപ്പോഴും വെള്ളിയാഴ്ച തന്നെയാണ്. ഉച്ച കഴിഞ്ഞ് 1 മണി 1 PM ആയി മാറുന്നു. ഇങ്ങനെ സമയവ്യത്യാസം വരികയും കിഴക്കോട്ട് പോകുന്തോറും സമയം കൂടുകയും പടിഞ്ഞാറേക്ക് പോകുന്തോറും ഗ്രീനിച്ച് രേഖയിൽ നിന്നും പടിഞ്ഞാറേക്ക് പോകുന്തോറും സമയം കുറയുകയും ചെയ്യുന്നു. ദിവസങ്ങൾക്ക് താഴേക്ക് നമ്മൾ വന്ന് കണക്ക് കൂട്ടുമ്പോൾ നമ്മൾക്കറിയാം ദിവസത്തിന് വ്യത്യാസമുണ്ടാകും. ചിത്രം ശ്രദ്ധിക്കുക. ചിത്രത്തിൽ നമുക്ക് എ എന്ന ഒരു സ്ഥലം കാണാൻ കഴിയും. ഈ എ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് 180 ഡിഗ്രി രേഖാംശത്തിലാണ്. 180 ഡിഗ്രി രേഖാംശത്തിലാണ്. 180 ഡിഗ്രി രേഖാംശ രേഖയെ നമ്മൾ എന്ത് വിളിക്കുന്നു? അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് വിളിക്കുന്നു. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് വിളിക്കുന്നു. അവിടെ ആ രേഖ നമ്മൾക്ക് കാണാൻ ഇതൊരു സാങ്കല്പിക രേഖ. ഇത് നേരെയല്ല, മറ്റു രേഖകൾ വരച്ചിരിക്കുന്ന പോലെ നേരെയല്ല വരച്ചിരിക്കുന്നത്. സിഗ്സാഗ് പോലെ വളഞ്ഞു പുളഞ്ഞാണ് ഈ രേഖ കടന്നുപോയിരിക്കുന്നത്. ഈ രേഖ കടന്നുപോയ 2 പ്രദേശങ്ങളെ നമ്മൾക്ക് അവിടെ കാണാം, സൈബീരിയയും അലാസ്കയും. സൈബീരിയയും അലാസ്ക ചിത്രത്തിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാം. അമേരിക്കയിലെ അലാസ്കയിൽ വ്യാഴാഴ്ച 10 PM ആയിരിക്കുമ്പോൾ റഷ്യയിലെ സൈബീരിയയിൽ വെള്ളിയാഴ്ച 10 PM ആണ്. ദിവസങ്ങൾ മാറി. കിഴക്കോട്ട് പോയപ്പോൾ വ്യാഴാഴ്ചയും പടിഞ്ഞാറോട്ട് പോയപ്പോൾ വെള്ളിയാഴ്ചയുമായി മാറി. അന്താരാഷ്ട്ര ദിനാങ്ക രേഖയ്ക്ക് ഇരുവശങ്ങളിലും കിഴക്കും പടിഞ്ഞാറും 2 ദിവസങ്ങളായി മാറി എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയ്ക്ക് ഇരുവശത്തും 2 ദിവസങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഒരു രാജ്യത്തിലൂടെ ഈ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നുപോയാൽ, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ കടന്നുപോയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമായിരിക്കും? ഈ രേഖയ്ക്ക് കിഴക്കും പടിഞ്ഞാറും വ്യത്യസ്ത ദിവസങ്ങളായിരിക്കും, വ്യത്യസ്ത ദിനങ്ങളായിരിക്കും. There is a difference of 24 hours at 180 degree longitude to the east and west of Greenwich meridian. Here the place A marked in the given figure is located at 180 longitude. And if 180 longitude passes through a country, what are the problems there? The east and west of this line will be having 2 different days. So to avoid the practical difficulty of a place having 24 hours difference, 2 ദിവസങ്ങളുടെ വ്യത്യാസങ്ങൾ മാറ്റുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനായി കരഭാഗങ്ങളിൽ കൂടി കടന്നു പോകാത്ത വിധമാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ വരച്ചിരിക്കുന്നത്. So to avoid this practical difficulty, the line doesn't pass through the land areas. The line is in such a way that it passes through Bering Strait in Pacific Ocean and avoids some of the inhabited islands. ഇതുവഴിയാണ് ഈ ലൈൻ വരച്ചിരിക്കുന്നത്. പസഫിക് സമുദ്രത്തിലെ ബെറിംഗ് സ്ട്രെയിറ്റിൽ കൂടിയാണ് ഈ രേഖ വരച്ചിരിക്കുന്നത്. ഒരു അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ഒരു രാജ്യത്തു കൂടി കടന്നു പോകുമ്പോൾ ഒരു രാജ്യത്ത് തന്നെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിന്റെ ഇടതും വലതും 2 വ്യത്യസ്ത ദിനങ്ങൾ അനുഭവപ്പെടുന്നതിനാൽ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനായി കരഭാഗങ്ങളിൽ കൂടി കടന്നു പോകാത്ത വിധമാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ വരച്ചിരിക്കുന്നത്. ചിത്രത്തിൽ മുറിഞ്ഞ രേഖകൾ ഉപയോഗിച്ച് ഈ രേഖയെ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും. മുറിഞ്ഞ രേഖകൾ ഉപയോഗിച്ച് ഈ രേഖാംശ രേഖയെ ക്രമീകരിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ഏതുവഴിയാണ് ഈ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ വരച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. പസഫിക് സമുദ്രത്തിലെ ബെറിംഗ് കടലിടുക്കിലൂടെ ആയിരിക്കും ഈ രേഖ കടന്നു പോകുന്നത്. ജനവാസമുള്ള പ്രദേശങ്ങളെ ഒഴിവാക്കിയായിരിക്കും അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്നത്. 180 ഡിഗ്രി അന്താരാഷ്ട്ര ദിനാങ്ക രേഖ, ഈ രേഖ മുറിച്ച് കടന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾ കലണ്ടറിൽ 1 ദിവസം കൂട്ടിയും, നമ്മൾക്കറിയാം പടിഞ്ഞാറോട്ട് പോയവർക്ക് വെള്ളിയാഴ്ചയും കിഴക്കോട്ട് പോകുന്നവർ 1 ദിവസം കുറച്ചും സമയം കണക്കാക്കുന്നു. കിഴക്ക് വ്യാഴാഴ്ചയായിരുന്നു. ഈ സാങ്കല്പിക രേഖ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് അറിയപ്പെടുന്നു. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് അറിയപ്പെടുന്നു. The travelers who cross this line from the east calculate the time by advancing it by 1 day, and those who cross the line from the west deduct 1 day. This imaginary line is known as international date line. It is in the opposite of 0 degree
0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൻ്റെ ഓപ്പോസിറ്റിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഇനി നമ്മൾക്ക് സമയം കണക്ക് കൂട്ടാം. എങ്ങനെയാണ് സമയം കണക്കാക്കുന്നത്? ഗ്രീനിച്ച് സമയം ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര? ഗ്രീനിച്ച് സമയം ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര? ഇന്ത്യയിലെ സമയം നിർണ്ണയിക്കുന്നത് ഏതു വിധേനയാണ്? നമ്മൾക്കറിയാം ഗ്രീനിച്ച് രേഖയും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം. ഇന്ത്യ കിഴക്കേ രേഖാംശത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ രേഖാംശീയ വ്യത്യാസം 82.5 ഡിഗ്രിയാണ്. 0 നിന്നും 82.5ലേക്കുള്ള വ്യത്യാസം 82.5 ഡിഗ്രിയാണ്. നമ്മൾക്കറിയാം ഒരു 15 ഡിഗ്രി ഒരു സമയമേഖല കടന്നു പോകുന്നതിന് 1 മണിക്കൂർ സമയ വ്യത്യാസമാണുള്ളത്. 15 ഡിഗ്രി സമയമേഖല, 15 ഡിഗ്രി രേഖാംശം എന്ന് പറഞ്ഞ ഒരു മേഖല കടന്നു പോകുമ്പോൾ 1 മണിക്കൂർ വ്യത്യാസം. എങ്കിൽ 82.5 ഡിഗ്രി രേഖാംശത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സമയ വ്യത്യാസം എന്ന് പറയുമ്പോൾ 82.5 ഭാഗം 15 സമം 5.5 മണിക്കൂർ. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇന്ത്യയിൽ ഗ്രീനിച്ച് രേഖയും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയവും തമ്മിലുള്ള വ്യത്യാസം 5.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 5 മണിക്കൂറും 30 മിനിറ്റും 5 മണിക്കൂറും 30 മിനിറ്റും. അപ്പം നമുക്കറിയാം ഗ്രീനിച്ചിന്റെ കിഴക്ക് ഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 5.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. അപ്പൊ ഇന്ത്യയിലെ സമയം എന്ന് പറയുന്നത് 12 മണിക്കൂർ അധികം 5 മണിക്കൂർ 30 മിനിറ്റ് സമം 5:30. ഇനി ഗുണിക്കാനും ഹരിക്കാനും കുറയ്ക്കാനും അറിയാത്ത കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എടുക്കാം 15 ഡിഗ്രി ഒരു സമയമേഖല. അപ്പോൾ നമ്മൾക്കറിയാം 12 നിന്നും 1 ഉച്ചയ്ക്കായിരുന്നു, 1 PM. അടുത്ത സമയമേഖല 30 ഡിഗ്രി 2 PM. അടുത്ത സമയമേഖല 45 മിനിറ്റ് 45 ഡിഗ്രി 3 PM. 60 ഡിഗ്രി രേഖാംശം 4 PM. 75 ഡിഗ്രി അടുത്ത 75 ഡിഗ്രി രേഖാംശം 5 PM. അടുത്ത 90 ഡിഗ്രി ആയിരുന്നു. അടുത്ത സമയമേഖല 90 ഡിഗ്രി ആയിരുന്നു. നമ്മൾക്കറിയാം 6 PM. എങ്കിൽ 75നും 90നും ഇടയിലുള്ളതായ ഇന്ത്യയുടെ സമയം എത്ര? 5:30 PM. നമ്മൾക്ക് ഗുണിക്കാനും കുറയ്ക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് എങ്കിൽ ഈ രീതിയിൽ സമയം കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, ഗ്രീനിച്ച് സമയവും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയവും തമ്മിലുള്ള വ്യത്യാസം 5.5 മണിക്കൂർ. 5.5 മണിക്കൂർ. ഇപ്പോൾ ഇന്ത്യയിലെ സമയം 5:30. ഇനി വേറൊന്ന് നമ്മൾക്ക് നോക്കാം. ഇന്ത്യയിൽ തിങ്കളാഴ്ച രാത്രി 11 മണി ആയിരിക്കുമ്പോൾ ജപ്പാനിലെ തിങ്കളാഴ്ച രാത്രി 11 മണി ആയിരിക്കുമ്പോൾ ജപ്പാനിലെ 135 ഡിഗ്രി സമയം എത്ര ആയിരിക്കും? ജപ്പാന്റെ രേഖാംശം 135 ഡിഗ്രി കിഴക്കാണ് സ്ഥിതി ചെയ്യുന്നത്. എങ്കിൽ അവിടുത്തെ സമയം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് 82.5 ഡിഗ്രി. ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് 82.5 ഡിഗ്രിയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. കിഴക്കോട്ടാണ് ജപ്പാനും കിടക്കുന്നത്. 135 രേഖാംശത്തിലാണ് ജപ്പാൻ കിടക്കുന്നത്. 135 കിഴക്കോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവർ തമ്മിലുള്ള ഇനി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 135ഉം ഇവർ തമ്മിലുള്ള രേഖാംശ വ്യത്യാസം കണ്ടുപിടിക്കണം. ജപ്പാന്റെ രേഖാംശം 135, ഇന്ത്യയുടെ 82.82. ഇതിന് നമ്മൾക്കറിയാം ഈ രേഖാംശ വ്യത്യാസം എന്ന് പറയുമ്പോൾ 52 ഡിഗ്രി 30 മിനിറ്റ് ആണ് വന്നിരിക്കുന്നത്. ഒരു രേഖാംശത്തിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് 4 മിനിറ്റ് ആണ്. എങ്കിൽ 52 മിനിറ്റും 52 ഡിഗ്രിയും 30 മിനിറ്റിന്റെയും സമയ വ്യത്യാസം എന്ന് പറയുമ്പോൾ 52.5 ഗുണം 4 സമയം 210 മിനിറ്റ്.
എത്ര മിനിറ്റ് കിട്ടി? 210 മിനിറ്റ് കിട്ടി. മിനിറ്റിനെ നമ്മൾ 210നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് ലഭിക്കുന്നു? നമ്മൾക്ക് 3 മണിക്കൂറും 30 മിനിറ്റും കിട്ടുന്നു. 3 മണിക്കൂറും 30 മിനിറ്റും കിട്ടുന്നു. അപ്പം ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ളതായ സമയവ്യത്യാസം 3 മണിക്കൂറും 30 മിനിറ്റുമാണ് കിട്ടുന്നത്. അപ്പോൾ ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നും 52 ഡിഗ്രി 30 മിനിറ്റ് കിഴക്കായതിനാൽ ഇന്ത്യൻ സമയത്തേക്കാൾ 3 മണിക്കൂർ 30 മിനിറ്റ് മുന്നിലായിരിക്കും ജപ്പാനിലെ സമയം. അപ്പം ഇന്ത്യയിലെ സമയം രാത്രി 11 മണി ആയതുകൊണ്ട് തിങ്കളാഴ്ച രാത്രി 11 മണി ആയിരിക്കുമ്പോൾ ജപ്പാനിലെ സമയം തിങ്കളാഴ്ച 11 അധികം 3:30 12 1 2 2:30 ആയിരിക്കും. 2:30 AM ആയിരിക്കും. 2:30 AM ആയിരിക്കും. ഇത് രാത്രി 11 PM ആയിരുന്നു. രാത്രി 3.5 മണിക്കൂർ വ്യത്യാസമുണ്ടായിരുന്നു. 12 1 PM 2 PM പിന്നെ 30 മിനിറ്റ് 2:30. ഇനി ഇവിടെ വിലയിരുത്താം. ചുവടെ കൊടുത്തിട്ടുള്ള ഋതുഭേദങ്ങൾക്ക് കാരണമാകാത്ത ഘടകം തിരിച്ച് എഴുതുക. ഭൂമിയുടെ ഭ്രമണമാണ്. സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിലാണ്. എന്തുകൊണ്ട്? നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. മാർച്ച് 21-ന്റെയും സെപ്റ്റംബർ 23-ന്റെയും ജൂൺ 21-ന്റെയും ഡിസംബർ 22-ന്റെയും പ്രാധാന്യം വിശദമാക്കുക. കിഴക്കോട്ട് സമയം കൂടുതലും പടിഞ്ഞാറോട്ട് സമയക്കുറവും രേഖപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾക്കറിയാം, സൂര്യന് ഭ്രമണം റൊട്ടേറ്റ് ചെയ്യുന്നത് വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്കാണ്. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. സൂര്യൻ ഉദിക്കുന്നത് ആദ്യം കിഴക്കും അസ്തമിക്കുന്നത് പടിഞ്ഞാറുമാണ്. ഇവർ തമ്മിൽ കടന്നു പോകുന്ന ഓരോ രേഖാംശ രേഖയിലൂടെ സൂര്യൻ കടന്നു പോകുമ്പോൾ 1 ഡിഗ്രി രേഖാംശ രേഖയ്ക്ക് 4 മിനിറ്റിൻ്റെ സമയദൈർഘ്യമുണ്ട്. അപ്പം സൂര്യനെ അഭിമുഖമായി ഭൂമിയുടെ കറക്കമാണ് ഈ സമയദൈർഘ്യത്തിന്. എപ്പോഴും ഭൂമി സൂര്യനെ അഭിമുഖമായി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അവിടെയാണ് ഈ സമയവ്യത്യാസത്തിൻ്റെ കാരണം ഉണ്ടാകുന്നത്. ഗ്രീനിച്ച് ടൈം, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ, സമയം കണക്കാക്കുന്നത് ഞാൻ പഠിപ്പിച്ച നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.